Morning, people. It's time for graduation day. Everything else is done, but my nails കാണിച്ചു തരാം. ചോറി പിടിച്ച് മാന്തി പോലെ ഇരിക്കുകയാണ് എൻ്റെ നഖം. അത് മാത്രം എന്തെങ്കിലും ഒന്ന് കാണാം. And we are professionally vlogging today. This might be the first video of that. Yesterday fan sound ഉണ്ട്. I lost that sound. I haven't slept yesterday. It's just 2 hours that I slept. Let's see what happens. Good morning. Welcome back to another episode of Shio and Saji Music. ഇനി ഒഫീഷ്യൽ വെൽക്കം ഒന്നുകൂടെ വരും. ഞാൻ പകുതി റെഡി ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ ക്യാമറമാൻ എത്തിക്കഴിഞ്ഞു. നമ്മുടെ സ്വന്തം സിബി ചേച്ചനാണ് ക്യാമറ ചെയ്യുന്നത്. അപ്പോൾ ഇനി മുടിയൊക്കെ ചെയ്യണം എന്നാണ്. മുടിയൊക്കെ കിടപ്പ് കണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ കഴിഞ്ഞ ദിവസം മുടി കളർ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഇനി ഒരു ബ്ലേസറും കൂടെ വരുന്നുണ്ട്. ആൻഡ് ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ ഗ്രാജുവേഷൻ ഡേ ആണ്. എനിക്ക് സ്കൂളിൽ ഗ്രാജുവേഷൻ ഉണ്ടായിട്ടില്ല, ഡിഗ്രി പഠിച്ചപ്പോൾ ഗ്രാജുവേഷൻ ഉണ്ടായിട്ടില്ല. ഇപ്പം അങ്ങനെ അവസാനം എൻ്റെ ജേർണലിസം PGക്ക് എനിക്കൊരു ഗ്രാജുവേഷൻ കിട്ടുകയാണ്. മറ്റേ കോട്ടും തൊപ്പി സാധനമൊക്കെ ഇട്ടിട്ട് എന്നിട്ട് പോയി എന്താ എനിക്ക് തരികയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവരും എനിക്ക് മറ്റേ വേസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ അവാർഡ് ആയിരിക്കും തരിക. കാരണം ഫസ്റ്റ് ഡേ ചെന്ന് അങ്ങോട്ട് കയറി ഉടനെ സസ്പെൻഷൻ വാങ്ങിയ ആളാണ് ഞാൻ. അത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഞാനായിരിക്കും വാങ്ങിയത്. അതുകൊണ്ട് ലെറ്റ്സ് സീ ബാക്കി എന്താ ഹാപ്പനിങ് എന്ന്. ഞാൻ ഒന്ന് പോയി ബാക്കി കൊണ്ട് റെഡി ആയിട്ട് വരാം. മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഫിക്സിങ് സ്പ്രേ അടിച്ചു. ഇനി ഒരു ടിപ്പ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും ഫിക്സിങ് സ്പ്രേ അടിച്ചതിന് ശേഷം വേണം ഹൈലൈറ്റർ ഇടാൻ, എസ്പെഷ്യലി ലിക്വിഡ് ഹൈലൈറ്റേഴ്സ്. ഞാൻ ഷുഗറിൻ്റെതായി ഒരു ഹൈലി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ഹൈലൈറ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അടിപൊളി. എൻ്റെ ഐഫോൺ സ്റ്റോറേജ് ഫുള്ളായിരിക്കുന്നു. ഈ വീട്ടിൽ 24 മണിക്കൂറും കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഒരേ ഒരു സൗണ്ടേ ഉള്ളൂ. അതുതാ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന സൗണ്ടാണ്. വേറെ ഒന്നും പുറത്തേക്ക് അങ്ങനെ അത് ഇവിടെ കേൾക്കാറില്ല. ഏതെങ്കിലുമൊക്കെ പാസ്റ്റർമാരുടെ വചനങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് വന്നുകൊണ്ടേയിരിക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. അമ്മ ഇടയ്ക്കിടയ്ക്ക് വ്ളോഗിൽ വരാറുണ്ട്. എന്നാലും ഇന്ന് ഇച്ചിരി വൃത്തിയായിട്ട് വരുന്നുണ്ട്. കാരണം എൻ്റെ കോൺവൊക്കേഷൻ ആയതുകൊണ്ട് റെഡിയായി വരികയാണ്. ഓക്കേ, ഒരു പൊടി പോലും ലിപ്സ്റ്റിക്ക് പോവാതെ ആഹാരം കഴിച്ചു കഴിഞ്ഞത് കണ്ട. അതുകൊണ്ട് മേക്കപ്പ് ഇട്ട ആഹാരം കഴിക്കാൻ പറ്റൂല എന്നൊക്കെ പറയുന്നത് ചുമ്മാതാണ്. പ്രാക്ടീസ് ഗൈസ്. നടക്കും, ഈസി ആയിട്ട് നടക്കും. 2 കിട്ടി. ആ മതി. അതൊക്കെ തിരിച്ചു വന്നിട്ട് ഞാൻ തന്നെ എടുത്ത് അകത്ത് വെക്കും. പിന്നെ നീയില്ലാതെ എന്താ ആഘോഷം? എൻ്റെ അലിമോൻ, എൻ്റെ ഭർത്തു വർക്കായിട്ട് ബാംഗ്ലൂർ പോയേക്കാണ്. അതുകൊണ്ടാണ് ആൻ്റപ്പൻ ഇവിടെ ഇല്ലാത്തത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവനെ ഇവിടെ കിടന്ന് ചിപ്പി എന്നും പറഞ്ഞ് അലറി വിളിച്ച് നടക്കുന്നത് ഒരുപാട് കണ്ടേനെ. കണ്ടാലും എൻ്റെ റാഡോ വാച്ച്, റാഡോ എടുത്ത് കാണിക്കണ റാഡോ ആണെന്നുള്ളത് കാണിച്ചേ പറ്റുള്ളൂ. അമ്മയുടെ വാച്ചാണ്, അടിച്ചു മാറ്റിയിടുക എന്ന് പറയുന്നത്. അപ്പൊ നടന്നില്ല, നേരത്തെ നടന്ന്. എപ്പടി ഇருக்கு ബോസ് ലേഡി ഓൺ ദി ഗോ? ഓക്കേ അല്ലേ ഗൈസ്? ഇങ്ങനെയുണ്ട്. ബാഗ് എടുത്തു, ലാപ്പ് എടുത്തു, ID കാർഡ് എടുത്തു, ഫോൺ എടുത്തു. വീടെല്ലാം പൂട്ടിയിട്ടുണ്ട്. ഷൂസ് കയ്യിൽ ചെരുപ്പിട്ടുണ്ട്. വണ്ടി കയറിട്ട് ഈ ഷൂസ് ഇടുക. വണ്ടിയിൽ നല്ല കുലുക്കമുണ്ട്. കുലുങ്ങി നമുക്ക് പോകാം. അപ്പൊ എന്തായാലും ഞാൻ 12th തൊട്ട് ആഗ്രഹിച്ചിരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബ്ലേസർ എടുക്കണമെന്നുള്ളത്. പക്ഷെ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം കിട്ടിയില്ല. ഇന്നലെ തന്നെ ഞാനൊരു 4 കടയിൽ മിനിമം കയറിയിട്ടുണ്ടാവും, ഇന്നലെ മെനഞ്ഞാന്നുമായിട്ട്. അവസാനമാണ് ഞാൻ അലൻസോളിൽ നിന്ന് ഈ ഒരു സാധനം ഒറ്റ പീസ്, അലൻസോളിയുടെ 3 ഷോപ്പിലാണ് ഞാൻ കയറി ഇറങ്ങിയത്. എന്നിട്ട് എനിക്ക് ഈ ഒറ്റ പീസ് സാധനമാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഞാൻ എടുത്തു അവസാനം ഒരു ബ്ലേസർ.
ഇനി നിങ്ങൾക്ക് എന്നെ ആങ്കറിങ്ങിനോ പരിപാടിക്കോ എന്തിനെങ്കിലും ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു കോലത്തിലൊക്കെ വന്ന് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, ഓൾ വെൽക്കം ഫോർ ആങ്കറിങ്, MCs എല്ലാ പരിപാടിക്കും നമ്മൾ ഉണ്ടായിരിക്കുന്നതാണ്. വിളിക്കുക, ജീവിച്ച് പൊക്കോട്ടളിയ. ഇതൊക്കെ ഉള്ളു ഇപ്പൊ വഴി ജീവിക്കാൻ. കട്ട് ചെയ്തോ? എന്നോടാ നീ ചോദിക്കുന്നത്? എന്തെങ്കിലും പറ, എന്നെ പറ്റി എന്തെങ്കിലും പറ. എന്റെ PG ജീവിതത്തെ പറ്റി നീ എന്തെങ്കിലും ഒന്ന് പറ. PG ജീവിതത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു മിനിറ്റ്, ഇല്ലെങ്കിൽ ഓട്ടോയുടെ കൂടെ നമ്മൾ പോകേണ്ടി വരും. PG ജീവിതം എല്ലാം എങ്ങനെ മാനേജ് ചെയ്തെടുത്തു എന്നത് കുറച്ച് സർപ്രൈസിങ് ആണ്. കാരണം നീ ചെയ്യാത്ത ഉള്ള കാര്യം തന്നെ പറയുന്നത്. നീ ഇതിന്റെ ഇടയിൽ കൂടെ എന്തോരം പരിപാടിക്ക് പോയത്, എന്തോരം ചെയ്തേക്കുന്നു. ഇതിന്റെ ഇടയിൽ കൂടെ PG സെറ്റാക്കി എടുത്തെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ടോ എനിക്ക്? ഫസ്റ്റ് ക്ലാസ് അങ്ങനെ എന്തോ എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഞാൻ ഒരു പരീക്ഷ കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് ബിബി എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ഇപ്പൊ അങ്ങോട്ട് കേറിയതല്ലേ ഉള്ളൂ, പാസ് ആവുമോടെ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ലിറ്ററലി ഞാൻ 9:30 പോയി പരീക്ഷയ്ക്ക് കയറി 10:30 ആയപ്പോൾ ഞാൻ വെളിയിറങ്ങി വീട്ടിൽ എത്തി. അതൊക്കെയായിരുന്നു കോമഡി. എനിക്ക് റിപ്പോർട്ടറിൽ പോയ സമയമായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് കിട്ടിയത്. ഞാൻ ഈ ജേർണലിസം PG ഡിപ്ലോമ എടുത്തതിൻ്റെത്. റിപ്പോർട്ടർ ചാനലിൽ എനിക്ക് 2 മാസം ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റി. അതിലെനിക്ക് ഒരുപാട് പേര് പരിചയപ്പെടാൻ പറ്റി. എന്ന് പറഞ്ഞാൽ കിടിലം ജേർണലിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരുമായിട്ടെല്ലാം എനിക്ക് വർക്ക് ചെയ്യുന്നതിനേക്കാൾ ഉപരി അവരൊക്കെ എൻ്റെ ഫാമിലി പോലെയായി. എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്കാരെ എനിക്ക് കുറേ പേരെ കിട്ടി. അതൊക്കെയായിരുന്നു എൻ്റെ PG ലൈഫിൽ എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് കിട്ടിയ കാര്യങ്ങൾ. ഇനി എന്തായാലും ഞാൻ PGക്ക് തന്നെ ജോയിൻ ചെയ്യാൻ പോവാണ്. അടുത്ത PGക്ക് ഞാൻ ഉടനെ കയറുന്നതായിരിക്കും. എന്റെ അവസാനല്ലേ? ഐഡി കാർഡ് വേണോടാ? ഐഡി വേണോ? എന്തോ സാധനം കെട്ടണം. പോയി എവിടെ നിക്കണം? ഹായ് സർ, താങ്ക് യു. അങ്ങോട്ടും കൂടെ നോക്കിക്കോ, വ്ളോഗാണ്. ആദ്യത്തെ ദിവസത്തെ വ്ളോഗ് ഓർമ്മയുണ്ടോ? ഓർമ്മിപ്പിക്കരുതെന്നൊക്കെ അല്ലേ? അപ്പൊ അങ്ങനെ ഗ്രാജുവേഷൻ ഏകദേശം നമ്മുടെ ഫംഗ്ഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ കേൾക്കാനും കാണാനും ഉണ്ട്. നമ്മുടെ ഓരോ ഫാക്കൽറ്റിയുടെ അടുത്തും ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു ഇത്രയും ദിവസം ഇവിടെ എന്നുള്ളതൊന്ന് ചോദിച്ചു നോക്കാട്ടോ. മൈക്ക് വേണമെങ്കിൽ ഞാൻ തരാം. ഒന്നുകൂടെ പറഞ്ഞു, അങ്ങോട്ട് നോക്കി തന്നെ പറഞ്ഞു. ഇല്ല, അങ്ങനല്ല. പ്രത്യേകിച്ച് ഇതെൻ്റെ മോളാണ്, നമ്മുടെ ഫാമിലി സുഹൃത്തിൽ മോളാണ്. കാര്യം പ്രത്യേകിച്ച് ആരും പെട്ടെന്ന് ധൈര്യം കാണിക്കാത്ത ഒരു സ്ഥലത്താണ് സെക്രട്ടേറിയറ്റിന്റെ നടുക്ക്, സെക്രട്ടേറിയറ്റിന്റെ നെറുകയിൽ കയറി. സെക്രട്ടേറിയറ്റിലല്ലേ ഞാൻ ജനിച്ചു വളർന്നത്. അതെ, അപ്പൊ വാർത്താ പ്രാധാന്യം നേടിയ ഒരു മോൾ കൂടെയാണ്. അപ്പൊ തന്നെ അറിയാം എവിടെയെങ്കിലും ഒക്കെ എത്തുമെന്നുള്ളതല്ലേ. ആ മീഡിയയിലോട്ട് തന്നെ ഉന്നതങ്ങളിൽ എത്തുമെന്നുള്ള ഉറപ്പ്.
ഓക്കെ ഉന്നതി തന്നെ എത്തും, ഒരു സംശയം വേണ്ട. ഈ രംഗത്ത് നമുക്ക് ശോഭിക്കാൻ പറ്റും ഒരുപാട്. എല്ലാ ആശംസകളും ദൈവം അനുഗ്രഹിക്കും, ഉറപ്പാണ്. ഈ കറുത്ത ഷർട്ട് ഇട്ടിട്ട് നിൽക്കുന്നവനുണ്ടല്ലോ, എൻ്റെ 10ാം ക്ലാസ് അല്ല 11ാം ക്ലാസ് തൊട്ടുള്ള എൻ്റെ ഫ്രണ്ടാണ്. പക്ഷേ ഞാൻ 11ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇവൻ ബൈജൂസിൽ വർക്കിന് കയറി. പക്ഷേ ടിൽ ദിസ് ഡേ ഓൾ ദീസ് ഇയേഴ്സ്, ഇപ്പം എത്ര വർഷമായി? 6-7 വർഷമായില്ലേ? ഇത്രയും കാലമായിട്ട് ഞങ്ങൾ എല്ലാ കാര്യത്തിനും എൻ്റെ കൂട്ടത്തിൽ എൻ്റെ എല്ലാ സിറ്റുവേഷൻസിലും കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ കോൺവെക്കേഷൻ ഇവൻ വരണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. രാവിലെ കൊല്ലത്തുനിന്ന് വന്നതാണ് ഇതിനു വേണ്ടി മാത്രം. കിട്ടിയില്ലേ? ഇനി നിനക്ക് എന്താണ് പറയാനുള്ളത്? എൻ്റെ ഈ PG കോഴ്സിനെ പറ്റി നിനക്കൊക്കെ എന്താണ് പറയാനുള്ളത്? പറ. ഇത് വളരെ നല്ലൊരു ഇതാണ്. അന്ന ദിവസം തൊട്ട് ഞങ്ങൾക്ക് എല്ലാ ഹെൽപ്പിനും എല്ലാ കാര്യത്തിനും ഓടി നടന്ന് സഹായിക്കുന്ന ആൻറ്റിയാണ്, എല്ലാ കാര്യത്തിനും. ആൻറ്റിക്ക് എന്താണ് എന്നെ പറ്റി പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നല്ല കുട്ടികളായിരുന്നു, എൻ്റെ മക്കളെ പോലെയായിരുന്നു ഞാൻ ഇവരെ കാണുന്നത്. എന്നെ വല്ലപ്പോഴല്ലേ കണ്ടിട്ടുള്ളൂ? വല്ലപ്പോഴും ക്ലാസ്സിൽ വരാറില്ല, ആ ഒരു കുറവുണ്ട്. സിബി സാർ ഉണ്ടായിരുന്ന സമയത്ത് സിബി സാറിൻ്റെ ഏറ്റവും അടുത്തൊരാളായിരുന്നു. സിബി സാർ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു, മനസ്സിലാക്കിയിട്ടുള്ള ഒരാളായിരുന്നു സിബി സാർ. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഈ കോഴ്സിൻ്റെ പകുതി വെച്ച് സാർ മരിച്ചുപോയി. സാർ അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസ് ഉണ്ടായി. പക്ഷെ എന്നാലും ആ സമയത്ത് ഉണ്ടായ ബന്ധമായതുകൊണ്ട് തന്നെ ആൻറ്റി എനിക്ക് ഭയങ്കര കാര്യമാണ്. താങ്ക് യു. ഷിയോൺ എൻ്റെ കൊളീഗായിരുന്ന സജി ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളാണ്, മിടുക്കിയാണ്. ഈ രംഗത്ത് ഷിയോണിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. അമ്മയ്ക്ക് എൻ്റെ 1 വർഷത്തെ പ്രസ് ക്ലബ് ജീവിതത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? പറ, ചിരിക്കണ്ട, പറ. ഞാനെന്ത് പറയാനാ, എല്ലായിടത്തും ലേറ്റായിട്ടുള്ള ആള്, ഇന്നും പതിവ് തെറ്റിച്ചിട്ടില്ല, ലേറ്റായിട്ട് തന്നെയായിരുന്നു. ഒരു റെഗുലർലി ഇറഗുലർ സ്റ്റുഡൻ്റായ ഒരു കുട്ടി ഗ്രാജുവേഷൻ സെറമണി കഴിഞ്ഞ് ഇറങ്ങുന്നു. സന്തോഷം, ദൈവം അനുഗ്രഹിക്കട്ടെ. അമ്മയായിട്ട് എന്നെ ഇത് പറയുമ്പോൾ പിന്നെ ബാക്കിയുള്ളവർ പറയുന്നത് നമുക്ക് ആലോചിച്ചോക്കാം. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സിൽ വീഡിയോ എടുത്തതിൻ്റെ ബേസിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് കയറി ആദ്യത്തെ ദിവസം എനിക്ക് സസ്പെൻഷൻ അടിച്ച് കിട്ടുന്നത്. അതൊരു വലിയൊരു നല്ല കാര്യമായി. കാരണം ഒരു പേഴ്സണലായിട്ടുള്ള ഹർട്ട് ചെയ്ത കാര്യമൊന്നും ആയിരുന്നില്ല. എന്നാലും ചില ആളുകളുടെ ചില കമൻറ്റുകൾ ഇൻസ്റ്റിറ്റ്യൂഷന് ചെറിയൊരു മോശപ്പേര് ഉണ്ടാക്കുമോ സംശയത്തിനും, അല്ലാതെ വ്യക്തിപരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നുള്ള നല്ല കമ്പനിയായിരുന്നു. പിന്നെ നന്നായി പാട്ട് പാടുന്ന ഞങ്ങൾ കേട്ടു. പ്രസ് ക്ലബിന്റെ വന്ന് പാട്ട് പാടിയില്ലായിരുന്നു. അങ്ങനെയൊക്കെ. പിന്നെ അതുപോലെ എപ്പോഴും ഈ സമയത്ത് വന്നിട്ട് എല്ലാവരും ഇടയിൽ നിന്ന് ഇതൊക്കെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചപ്പോൾ ഈ സന്തോഷം. ടീച്ചറും സ്റ്റുഡൻറ്റും നമ്മൾ വെറുതെ ഒരിക്കലും അവസാനം ഒരു ദിവസം പഠിപ്പിച്ചാൽ പോലും സാറും കുട്ടിയായിരിക്കും. അതുകൊണ്ട് നല്ലതായിട്ട് ഞാൻ ആശംസിക്കുന്നു. എല്ലാം നല്ല കാര്യം ഉണ്ടാവട്ടെ. എന്തും പറയാം. എന്നെ പറ്റി എന്റെ പ്രസ് ക്ലബ് ജീവിതത്തെ പറ്റി അഭിപ്രായം പറയാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കക്ഷിയാണ്. എനിക്ക് അറ്റൻഡൻസ് തരാമെന്നും പറഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ട് പാട്ട് പഠിക്കാൻ കൊണ്ടുപോയി. എന്നിട്ട് സമയമായപ്പോ എനിക്ക് അറ്റൻഡൻസ് തന്നാ. അല്ല, ഈ അറ്റൻഡൻസ് എന്ന് പറയുന്നത് നമ്മൾ ജേർണലിസം പഠിക്കുമ്പോൾ അറ്റൻഡൻസ് എന്ന് പറയുന്നത് പരമപ്രധാനമാണ് അല്ലേ? അറ്റൻഡൻസ് ക്ലാസ്സിൽ വരണം. കാരണം നമ്മുടെ പ്രസ് ക്ലബ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അല്ല ഒരു അക്കാഡമിക് സാധനത്തിനേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ വരുന്നതാണ്. അപ്പൊ അത് മിസ്സായാൽ ഷിയോണിനാണ് നഷ്ടം. അതുകൊണ്ടാണ് അറ്റൻഡൻസ് തരാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചത്. അതുകൊണ്ടാണ് പറ്റിച്ചത്. അതുകൊള്ള കാര്യം എന്നിട്ട് എന്നെ പറ്റിക്കുകയും ചെയ്തു അല്ലേ? സത്യമല്ലേ? നല്ല കാര്യമായിട്ട് വെക്കാനുള്ള പണി മൊത്തം തന്നിട്ടുണ്ട്. അതിലെനിക്ക് വളരെയധികം നന്ദിയുണ്ട് മകനെ. പിന്നെ പറ, നിന്റെ അഭിപ്രായം പറ. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ജീവിതം 1 വർഷം? കുഴപ്പമില്ലായിരുന്നു. പല തവണയും ക്ലാസ് ഞാൻ കട്ടടിക്കുമെങ്കിലും കുഴപ്പമില്ല. ഞാനും കട്ടടിക്കും. തട്ടിക്കുട്ടി ജയിച്ച് ഇവനും കട്ടടിക്കും ഞാനും കട്ടടിക്കും. എന്നിട്ട് എന്റെ കട്ടി ഇവൻ പോയി പാര വെച്ചു കൊടുക്കും. അതായിരുന്നു ഇവന്റെ പരിപാടി. എപ്പോഴെന്ന് ഇടി വേണോ? ലേറ്റാ വന്നാലും ലേറ്റസ്റ്റ് വരുമെന്ന് പറഞ്ഞ പോലെ വല്ലപ്പോഴും ക്ലാസ്സിൽ വന്ന് നീ ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചല്ലോ. അത് ഫസ്റ്റ് ക്ലാസ് സർട്ടിഫിക്കറ്റ് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ആ ഒരു സസ്പെൻഷനോട് കൂടിയാണെങ്കിലും നീ ഒരു പാസ്സായില്ല, അതിൽ വളരെ സന്തോഷം. ക്യാമറ ഒളിച്ചു നിൽക്കാതെ ഇങ്ങോട്ട് നോക്കി ക്യാമറ എത്തോന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് ബാക്കിലോട്ട് നോക്കുമ്പോ. കോർഡിനേഷനിലാണല്ലോ എഴുതിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ്. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു കേട്ടോ സാർ. കാരണം ഹി യൂസ് ടു ബി വെരി ഗുഡ് ഇൻ ഇംഗ്ലീഷ്
ഇംഗ്ലീഷിൽ വന്നിട്ട് സാർ പറയുന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലാകാൻ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഇതായിരുന്നു. ഞാൻ കുറച്ച് ക്ലാസ്സുകളിലെ സത്യം പറഞ്ഞ ഇവിടെ ഇരുന്നിട്ടുള്ളൂ. അതിൽ എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഞാൻ ഇരുന്ന 1-2 ക്ലാസ് സാറിൻ്റെ ആയിരുന്നു, ടു ബി ഓണസ്റ്റ്. Okay. I'm happy that you said that. I don't know what I should say about her because she herself has said that she came to my class very rarely. വല്ലപ്പോഴും മാത്രം അതെ, സാറ് അതെ. പോരുത്. And so that is the what I must say. ഈ ഭയങ്കര ഒരു ആൻറ്റി ക്ലൈമാക്സ് പോലെയാണ്. പക്ഷേ എന്നാലും what I realized that whenever she was in the class she used to be very കേട്ടോണ്ട് attentive. ശ്രദ്ധിച്ചൊക്കെ ഇരിക്കുന്നത്. ഞാൻ എവറി ഡേ വെൻ ഐ യൂസ് ടു വാക്ക് ഔട്ട് ആഫ്റ്റർ ദ ഫസ്റ്റ് അവർ ഐ യൂസ് ടു സീ ഹിം ഇൻ ദ ലൈബ്രറി. എന്നിട്ട് ഞാനിങ്ങനെ നോക്കി ഒരു വളിച്ച ചിരി ചിരിച്ചിട്ട് ഞാൻ ഓടിപ്പോകും. കാരണം ഒന്നും ചോദിക്കാൻ പാടില്ലല്ലോ, എവിടെ പോവാണോ എന്നൊന്നും ചോദിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു വലിച്ച ചിരി ചിരിക്കും. എന്നിട്ട് ഞാൻ ഒറ്റ ഓട്ടം ഓടും. It was a good memories. Thank you, sir. Annie, I wish you all the best. Thank you, Okay. sir. Thank you so You have got a very great future. Okay, thank you. ഞങ്ങളെ ആദ്യം ഉണ്ടല്ലോ ഫസ്റ്റ് ഡേ വന്ന് കണ്ടപ്പോ തൊട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ഒന്നാന്തര ശത്രുക്കളായിരുന്നു. പരീക്ഷ തുടങ്ങി 2 ദിവസം ആയപ്പോഴത്തേക്കാണെന്ന് തോന്നുന്നു ശരിക്കുള്ള സ്വഭാവം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും മനസ്സിലായത്. അതുവരെ അടിയോടടിയായിരുന്നു. സത്യം ഞാനും വിചാരിച്ചിട്ടുള്ളൂ ഇത്രയും കമ്പനി ആവുമെന്നും ഇത്രയും കൂട്ടാവുമെന്നും. ഞാൻ വിചാരിച്ചു ആദ്യം വിചാരിച്ച ഇവളൊരു അല്ലവരാതിയാണെന്ന്. നമ്മയാണെന്നോ സൈഡ് നിൽക്കണം, കേൾക്കരുത് ഭാഗ്യം. അപ്പൊ കുഴപ്പമില്ല. ശരിക്കും ഒരു അലവലാതി പാര മറ്റേ തൊഴുത്തിക്കുത്തി ഇതെല്ലാം ഉള്ള ഒരു വൃത്തിയപ്പ ജന്തുവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കാരണം ഇവിടെ അടുത്ത് ആരെയും സംസാരിച്ചിട്ടില്ലായിരുന്നു. അപ്പം ബാക്കിയുള്ളവർ പറഞ്ഞു വെച്ച് കേട്ടിട്ടുള്ള ഒരു ഇതേ ഉള്ളായിരുന്നു. ഞാൻ വിചാരിച്ചു അഹങ്കാരി ഇരിക്കുന്നു, മിണ്ടത്തില്ല, മിണ്ടിയാലും അധികം നമ്മുടെ അടുത്ത് മിണ്ടാൻ പറ്റിയ വൈബല്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ സംസാരിച്ച് വന്നപ്പോൾ നമ്മളെ പോലെ തന്നെ തറയാണെന്ന് എനിക്ക് മനസ്സിലായി. അത് വേണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ എല്ലാവരും കൂടെ ജോളിയായിട്ട് ഹാപ്പിയായി ജയിച്ചു. ഇവള് റാങ്ക് മേടിച്ചു, ഞാനൊരു ക്ലാസ് വാങ്ങിച്ചു, അങ്ങനെയൊക്കെ പോകുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ പരിപാടി ഏകദേശം ഒന്ന് വൈൻഡ് അപ്പ് ചെയ്തിട്ട് വീട്ടിൽ പോവാം. അപ്പൊ ഇതായിരുന്നു എന്റെ പ്രസ് ക്ലബിലെ ജീവിതം. ഞാൻ വല്ലപ്പോഴും ഒക്കെ സത്യം പറഞ്ഞ ക്ലാസ്സിന് വന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ പെർമിഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും വരാതെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ളൊരു സാധനമല്ല ഞാൻ ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. ഐ ഹാഡ് മൈ ഓൺ റീസൺസ്, ഐ ഹാഡ് മൈ ഓൺ പെർമിഷൻസ് ടു ഡൂ സോ. സിബി സാറിന് ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് പിരിഞ്ഞു പോയൊരു മനുഷ്യനാണ്. ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിനെ മനസ്സിലാക്കി ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡയറക്ടറായിരുന്നു അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി ഫാക്കൽറ്റീസ് ആണ്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ആദ്യ സമയത്തും ക്ലാസ് ഇരിക്കുമ്പോഴും ഫ്രണ്ട്ലി അല്ലെങ്കിലും അത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര ജോളിയാണ്. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. തൊപ്പി സാധനമൊക്കെ വെച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ച് സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്തായാലും thank you guys, thank you for watching my video till now and don't forget to subscribe to my channel. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും പ്രസ് ചെയ്തിട്ടേ പോകാവൂ. ഓക്കെ, ബൈ ബൈ.